അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2024 GoPro 10ൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ 2024 ആയതുകൊണ്ട് തന്നെ GoProയുടെ പ്രൈസ് കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് 24,000 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. അതിൽ 24,990 എന്നാണെങ്കിലും ആക്സിസിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആയ കാരണം ചെറിയൊരു ക്യാഷ് ബാക്ക് ഉണ്ട്. ആൾറെഡി കാണാം ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിലെ നമ്മുടെ കൊറിയർ ബോയ് അത് തുറന്നു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നമ്മുടെ താക്കോൽ വെച്ചിട്ടൊരു വലി വലിച്ചു. ഇപ്പോൾ നമ്മുടെ പാക്കേജൊക്കെ തുറന്നു വന്നു. അതിൻ്റെ അകത്ത് GoPro ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൺഫേം ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ അവർക്ക് OTP പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾറെഡി ഇതിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ അകത്തൂടെ വരുന്ന ആക്സസറീസിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബാക്ക് സൈഡ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഒരു പ്രൈസും ഡിസ്ക്രിപ്ഷനുമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഇയർ ഓഫ് ഇമ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഫെബ്രുവരി 2024 ഇയർ ഓഫ് ഇമ്പോർട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. 54,500 പ്രൈസായിട്ട് കാണിച്ചിരിക്കുന്നത്. അതും വാസ്തവമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ ക്യാമറയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോയിൽ നമ്മൾ എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് തുറന്നു നോക്കുമ്പോൾ കാണാൻ സാധിക്കും പണ്ടത്തെ പോലത്തെ ഒരു ബാഗല്ല ഇപ്പം ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. അതിൻ്റെ അകത്ത് ഈ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ളൊരു ബുക്ക്ലെറ്റും പിന്നെ എങ്ങനെയാണ് ഈ മൗണ്ടുകൾ ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്ലെറ്റും ബാറ്ററി അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കാണിച്ചുകൊണ്ടുള്ള ഒരു പേപ്പർലെറ്റും അതുപോലെ തന്നെ ഈ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളൊരു ബുക്ക്ലെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്, മൗണ്ടിങ് ബക്കിൾ വരുന്നുണ്ട്. ആ റബ്ബർ പോർഷൻ നമ്മൾ ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രൂ യൂസ് ചെയ്തിട്ട് മൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബാറ്ററി അപ്രോക്സിമേറ്റ്ലി ഒരു 4K വീഡിയോസൊക്കെ ആണെങ്കിൽ ഒരു 1.25 മണിക്കൂർ, അതിനപ്പുറം കിട്ടാനായിട്ട് വലിയ പ്രയാസമാണ്. ഇതുവരെ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ആയിരുന്നു. ഇതാണ് മൗണ്ട്. ബാക്കിൽ ആ ഒരു 3M ടേപ്പ് കാണാം. അപ്പോൾ ഈ ഒരു ക്യാമറ നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു വെയിറ്റ് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് കയ്യിൽ ഫീൽ ചെയ്യും. ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. എന്നാലും ചെറിയൊരു വെയിറ്റ് നമുക്കത് എടുക്കുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ്, ആക്സറീസാണ് ഈ ഒരു GoPro ക്യാമറയുടെ ഒപ്പം വരുന്നത്. ഈ ബാറ്ററി ഇടാനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗം പുഷ് ചെയ്ത ശേഷം നമ്മൾ ബാക്കിലോട്ടൊന്ന് വലിക്കുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബാറ്ററി ഇടാനും അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാനും അതുപോലെ തന്നെ ചാർജിങ് കേബിൾ ഫിക്സ് ചെയ്യാനുമായിട്ട് ഉള്ള സ്ലോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് നോക്കി. അപ്പം ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഫിക്സ് ആവും. ഉടനെ തന്നെ അത് ചാർജ് കുറവായിരുന്ന കാരണം ഈ ഒരു ക്യാമറ ഉടനെ തന്നെ ഓഫായി പോയി. പിന്നെ നമുക്കൊരു 2 മണിക്കൂർ എടുത്തു അതൊന്ന് ഫുൾ ചാർജായി വരാനായിട്ട്. ഫുൾ ചാർജ് ആകുമ്പോഴത്തേക്ക് അതിലൊരു റെഡ് ലൈറ്റ് ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ഓഫാവും. അതിനുശേഷം ചാർജൊക്കെ കയറിയ ശേഷം നമ്മൾ GoPro ക്യാമറ ഓണാക്കി. അപ്പോൾ അതിൽ സെറ്റപ്പ് പേജ് ആദ്യം വന്നു. അപ്പോൾ അതിൽ ലാംഗ്വേജ് സെലക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ലാംഗ്വേജ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് പിന്നെ അവരുടെ കുറച്ച് ലീഗൽ ടേംസ് വരും. അത് നമ്മൾ സ്വാഭാവികമായിട്ട് അഗ്രി ചെയ്ത് അടിച്ചു വിടും. പിന്നെ ലൊക്കേഷൻ ടാഗ് ഓൺ ആക്കണമെന്ന് ചോദിക്കാം. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓണും ഓഫും ആക്കാം. ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയോടൊപ്പം വരും എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ക്വിക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും സ്ക്രീനിൽ വരുന്ന കാണാം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് GoProയ്ക്കകത്ത് 4Kയിൽ 60 frames per second റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ്. ഇത് GoProയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തൊരു ഫോട്ടോ ആണ്. വീഡിയോസിന് അത്യാവശ്യം 4Kയിൽ എടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ GoPro വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂടെ മെമ്മറി കാർഡൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ അഡീഷണലായിട്ട് സാൻഡിസ്കിൻ്റെ ഒരു എക്സ്ട്രീം സീരീസിൽ വിടുന്ന ഒരു മെമ്മറി കാർഡ് മേടിച്ചു. 128 GB മെമ്മറി കാർഡാണ്. അതിലാകുമ്പോൾ 4K വീഡിയോസൊക്കെ അത്യാവശ്യം 3-4 മണിക്കൂർ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും.
മെമ്മറി കാർഡിൻ്റെ വില വരുന്ന ഒരു 1238 വാങ്ങിച്ചപ്പോൾ. പിന്നെ നമുക്ക് ഓഫർ സമയത്ത് ചിലപ്പോൾ ഇതിനെക്കാട്ടി നല്ല ഡിസ്കൗണ്ടിൽ മെമ്മറി കാർഡ് നമുക്ക് കിട്ടും. അപ്പോൾ GoPro ക്യാമറ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ മേടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം മേടിച്ചത് മെമ്മറി കാർഡ് മേടിച്ചു. പിന്നീട് അതിൻ്റെ പ്രൊട്ടക്റ്റീവ് കേസും കാര്യങ്ങളും അഡീഷണലായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ആക്സസറീസ് ഓർഡർ ചെയ്യണം. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നെങ്കിൽ നമ്മളുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു വാട്ടർ പ്രൂഫ് കേസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ അഡീഷണലായിട്ട് മേടിച്ച ആ ഒരു സാൻഡിസ്കിൻ്റെ മെമ്മറി കാർഡ്. അപ്പോൾ കൂടുതലായിട്ട് ഈ വ്ളോഗ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷന് പ്രാധാന്യം കൊടുക്കുന്നവർ, യാത്ര പോകുന്നവർ, ബൈക്ക് റൈഡ് പോകുന്നവർ, സൈക്കിൾ റൈഡ് പോകുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം നല്ല സ്റ്റെബിലൈസേഷനുണ്ട്. നമ്മുടെ ഫോണിൽ എടുക്കുന്നതിനെക്കാട്ടിയും സ്റ്റെബിലൈസ്ഡ് ആണ്. അത്യാവശ്യം കുലുക്കങ്ങളൊന്നും ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ ബാധിക്കില്ല. ഇപ്പം കാശുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് GoPro. അല്ലാത്തവർ അല്പം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിലേക്ക് ചിലപ്പോൾ ഇനിയും വില കുറയും. അപ്പോൾ എടുത്തുകൊണ്ട് വേറെ പ്രശ്നമില്ല. പക്ഷേ അഡീഷണലായിട്ട് നമുക്ക് ഒരു ബാറ്ററി പാക്ക് വാങ്ങേണ്ട ഒരു ആവശ്യം വരും. കാരണം ചാർജ് പെട്ടെന്ന് തീരുന്നൊരവസ്ഥയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാർജ് പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.